കോടതിയിലെത്തിയ നഷ്ടപരിഹാരം സർക്കാരിന് കൊടുക്കേണ്ടി വരും. അതായത് സത്യാമ്മയുടെ പ്രോപ്പർട്ടി വെച്ചാണ് എടുത്തിരിക്കുന്നതെങ്കിൽ കോടതിയിൽ കേസ് പോയാൽ കുടുംബത്തോടെ ഇറങ്ങേണ്ടി വരും. കരാർ ഒപ്പിട്ടിരിക്കുന്നത് രോഹിത്തും ഈടായി നൽകിയിരിക്കുന്നത് നിങ്ങളുടെ സ്വത്തും ആവുമ്പോ മുഴുവൻ ഉത്തരവാദിത്വം നിങ്ങളിൽ മാത്രമാ. രോഹിത്തായി ഉണ്ടാക്കിയ പ്രശ്നമല്ലേ, അതവൻ തന്നെ തീർത്തോളൂ. അവനായിട്ട് തീർത്തു തരുമെന്ന് പറയുന്നതേ നിങ്ങളുടെ സ്വത്തുക്കളും മൊത്തമായി സർക്കാരിലേക്ക് കണ്ടുവിട്ടുമെന്നാ ഉദ്ദേശിക്കുന്നത്. കുടുംബക്കാര് വഴി ഇങ്ങനൊരു ചതി ഉണ്ടാവുമെന്ന് ഓർത്തില്ല അല്ലേ? അവൻ ചതിയനായിരിക്കും, സമ്മതിച്ചു. പക്ഷേ അവൻ ചതിച്ചതിനേക്കാൾ എന്നെ വേദനിപ്പിച്ചത് നീ എന്റെ മുമ്പിലാടിയ നാടകങ്ങളാ. അത് വന്ന് തറച്ചതേ എന്റെ ഈ ചങ്കില. ഇനി എന്റെ ജീവിതത്തിലെ നിനക്കിനി ഇവിടെ സ്ഥാനമില്ല. എന്നെ വിഷ്ണുവേട്ടൻ മനസ്സിലാക്കുന്നില്ല എന്നൊരൊറ്റ സങ്കടം എനിക്കുള്ളൂ. മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇങ്ങനൊന്നും പറയില്ലായിരുന്നു. വീണ്ടും നീ എന്റെ മുമ്പിൽ നാടകം കളിക്കുക. നീ, നിന്റെ അമ്മ, നിന്റെ അനിയത്തി, എല്ലാവരും എന്റെ അമ്മയുടെ മുമ്പിൽ പറഞ്ഞത് മുഴുവൻ കള്ളത്തരങ്ങളാ. എന്തിനാടി ആ കുട്ടികളുടെ മുമ്പിൽ വരെ നീ കാണിച്ച് തരം താഴ്ന്ന വൃത്തികേടല്ലേ? എന്തിനാടി നിങ്ങൾ ഇങ്ങനെ കുടുംബത്തോടെ മറ്റുള്ളവരെ കവളിപ്പിച്ച് ജീവിക്കുന്നേ? എന്ത് പുണ്യം കിട്ടാനാ ഇത്രയും നുണകൾ ഇങ്ങനെ എഴുന്നള്ളിപ്പിക്കുന്നേ? വിഷ്ണുവേട്ടൻ എന്തൊക്കെയായി പറയാ? അങ്ങനെ നീ ഇന്ന് വിളിക്കരുത്. ഞാൻ നിന്നെ വെറുക്കുന്നത് പോലെ ലോകത്തൊരാളും നിന്നെ വെറുക്കുന്നില്ല. കാരണം നീ ശരിയല്ല. നിന്റെ ഉള്ളിൽ മുഴുവൻ ദുഷ്ടചിന്തകളാ. മനസ്സും ശരീരവും മറ്റുള്ളവർക്ക് നൽകിയിട്ട് വീണ്ടും എന്റെ മുമ്പിൽ സ്നേഹം കാണിച്ചു വരാൻ നിന്നെ എന്ത് പേരിട്ടാണ് വിളിക്കട്ടെ? ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിന് ഭേദം എവിടെയെങ്കിലും പോയി ചത്തുള്ളൂ. നിനക്കൊക്കെ മറ്റുള്ളവർക്ക് സ്വസ്ഥത സമാധാനം കിട്ടുമല്ലോ. നിന്റെ ഒക്കെ കുടുംബം തന്നെ നോക്ക്. നിന്റെ അമ്മയുടെ കൂടെ നിന്റെ അച്ഛൻ ജീവിക്കാറുണ്ടോ? ഇല്ല, ജീവിക്കില്ല. ജീവിക്കാൻ നിങ്ങളുടെ പാരമ്പര്യം സമ്മതിക്കില്ല.